ഹായ് ഹലോ. അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ കുറച്ച് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ലൂക്കയ്ക്ക് ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സ് ഏതൊക്കെയാണ് കാണിക്കാൻ പറഞ്ഞിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ലൂക്കയ്ക്ക് അങ്ങനെ ഇപ്പോൾ സ്നഗി ഉപയോഗിക്കുന്നുണ്ട്. സ്നഗി പാമ്പേഴ്സിൻ്റെ അതുപോലെ തന്നെ ഹഗീസിൻ്റെ ആണ് ഉപയോഗിക്കുന്നത്. അത് ഓൺലൈനിൽ നിന്നാണ് മേടിക്കാറ്. വാങ്ങിക്കുന്നവർക്ക് അറിയാം, ഓൺലൈനിൽ നിന്ന് മേടിക്കുന്നതാണ് നമുക്ക് ഏറ്റവും ലാഭം. പിന്നെ അത് ഫാസ്റ്റ് ഡെലിവറി ആയതുകൊണ്ട് 2 ദിവസത്തിനുള്ളിൽ എത്തും ചെയ്യും. പിന്നെ അവന് ഉപയോഗിക്കുന്നത് കുളിക്കണ സോപ്പ്, അതുപോലെ തന്നെ ബേബി ലോഷനാണ്. ബേബി ലോഷൻ വരുന്നത് ജോൺസൺസ് ബേബിയുടെ ആണ്. അതുപോലെ തന്നെ സോപ്പ് ജോൺസൺസ് ബേബിയുടെ ആണ് ഇപ്പോൾ യൂസ് ചെയ്യണത്. പിന്നെ അതുപോലെ തന്നെ അവന് ഉപയോഗിക്കുന്ന ഓയിൽ, ഹെയർ ഓയിൽ എന്ന് പറയുന്നത് ഹിമാലയയുടെ ആണ്. അറിയായിരിക്കും, കുട്ടികളെ കുളിപ്പിക്കുന്ന സമയത്ത് നമ്മൾ മേത്തൊക്കെ എണ്ണ തേക്കൂലേ, അത് തേക്കണത് അവന് നാൽപ്പാമരാതി എണ്ണയാണ് തേക്കണത്. അത് തേച്ചിട്ടാണ് കുളിപ്പിക്കുക. അതിൻ്റെ വീഡിയോ ഞാൻ പറ്റുകയാണെങ്കിൽ വേറൊരു ദിവസം എടുക്കാം. ഇപ്പം ഞാൻ മെയിനായിട്ട് വന്നത് ലൂക്കയ്ക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇത് എവിടുന്ന് കിട്ടി, എവിടുന്ന് മേടിക്കാൻ കിട്ടും, ഇതൊന്നും എനിക്കറിയില്ല. എനിക്കിത് തന്നത് എൻ്റെ ചേച്ചിയാണ്, 3ാമത്തെ ചേച്ചിയാണ് തന്നത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇവന് ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ്. പുറത്ത് മഴ പെയ്യാണെങ്കിലും അകത്ത് ഫാൻ ഫുള്ളിലിട്ട് കിടക്കണം. ഞാനിപ്പോൾ പുതച്ച് മൂടി തണുത്ത വിറച്ച് കിടന്നാൽ ഇവനൊരു പുതപ്പ് ഇട്ട് കൊടുത്ത പോലെയും അതൊക്കെ ചവിട്ടി കളഞ്ഞിട്ട് അങ്ങനെയാണ് കിടക്കുക. അപ്പോൾ അങ്ങനെയാണ് കിടക്കുക. അത് മാത്രമല്ല, നമ്മളിപ്പോൾ അകത്ത് ഫാനിട്ട് കിടക്കുന്ന സമയത്താണ് ഇങ്ങനെ വേർത്ത് ഒഴുകും. അമ്മാതിരി ചൂടാവിന്, നല്ല ചൂടെന്ന് പറഞ്ഞാൽ നല്ല ചൂട്. ഞാൻ ചില സമയത്ത് ഞാൻ അങ്ങനെ നോക്കും, എന്താ ഇത്ര വേർപ്പെന്നുള്ള കാര്യം ഞാൻ നോക്കും. നല്ല പോലെ വേർക്കണ ഒരു കുട്ടിയാണ്. പിന്നെ ഞങ്ങളുടെ ഇവിടെ ഒരു ദിവസം മഴ പെയ്തപ്പോഴേ ചുഴലിക്കാറ്റ് വീശിണ്ടായിരുന്നു. ചുഴലിക്കാറ്റ് വീശിയ ദിവസം ഇവിടെയുള്ള മെയിൻ റോഡിലും അതുപോലെ തന്നെ കുറേ സ്ഥലത്ത് മരങ്ങൾ വീടും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് 3 ദിവസം കറണ്ട് ഉണ്ടായില്ല. 3 ദിവസം ആദ്യമായിട്ടാണ് അങ്ങനെ കേട്ടോ. 3 ദിവസം രാവും പകലും കറണ്ട് ഇല്ല. ആ സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, നമ്മൾ പണ്ടത്തെ കാലത്തെ പോലെ ടാങ്കിൽ വെള്ളമില്ല, മോട്ടർ അടിക്കാൻ പറ്റില്ല, ഫാനില്ല, ലൈറ്റില്ല, ഫോണിൽ ചാർജ് ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. അത് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈമാണ് ഇവിടെ അങ്ങനെ വരണേ. രാത്രി എന്നല്ല, പകല് പോലും ഫാനില്ലാണ്ട് അവൻ കിടക്കൂല. പിന്നെ നമുക്ക് പാട സൈഡ് ആണെങ്കിൽ പോലും പുറത്ത് നല്ല തണവുണ്ടാവും. പക്ഷെ ജെല്ലൊക്കെ അങ്ങനെ തുറന്നിട്ട് കിടക്കാനായിട്ട് എനിക്ക് പേഴ്സണലി ഒരു കോൺഫിഡൻസ് ഇല്ല. കാരണം പാമ്പോ വല്ല സാധനങ്ങളൊക്കെ കയറിയാലോ പറയാൻ പറ്റില്ല. ഫുള്ള് ഇവിടെ കഴിഞ്ഞാൽ ഫുള്ള് പാടാണ്. അപ്പോൾ വല്ല പാമ്പ് കയറിയാലോ ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ അതിനേക്കാളും വലുതാണ് കൊതുക്. സന്ധ്യ ആയി കഴിഞ്ഞാൽ പിന്നെ ജനലൊന്നും തുറന്നിടാൻ പറ്റത്തേ ഇല്ല. ജനലൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ കൊതുക് നല്ല പോലെ കയറും. ഇവൻ്റെ കൈമുക്കണ്ടോ, കൊതുക് കടിച്ചതിൻ്റെ പാടാണ്. അത് എങ്ങനെയൊക്കെ ഞാൻ ഇവനെ കെട്ടിമൂടി വെച്ചാലും കൊതുകിന് ഇവന് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നുണ്ട്. ഇവനാണെങ്കിൽ കരയൂല. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മൂളലതൊക്കെ ഉണ്ടാവില്ല, നമുക്കൊരു അസ്വസ്ഥത വരുന്ന സമയത്ത്. ഇവന് ആ വക സംഭവങ്ങളൊന്നുമില്ല. ഇപ്പം നമ്മളിപ്പോൾ ബ്ലഡ് എടുക്കാൻ മുമ്പൊക്കെ, ഇപ്പം ഈ അടുത്തായിട്ട് കുറച്ച് ഇങ്ങനെ ബ്ലഡ് എടുക്കണ കാര്യമൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ ജനിച്ച് കഴിഞ്ഞ സമയത്തും ബ്ലഡ് എടുക്കുന്ന സമയത്തും കുത്തിവെക്കുന്ന സമയത്തും അവൻ അങ്ങനെ കരയാറില്ല. അപ്പം ഞാൻ അങ്ങനെ ചോദിക്കും, ഇത് എന്താണ് കരയാത്തതെന്ന് ചോദിക്കും. ഇപ്പം വാക്സിനൊക്കെ എടുക്കാൻ പോകുമ്പോൾ കരച്ചിലും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. സാധാരണ ഇപ്പോൾ വാക്സിൻ എടുക്കാൻ പോകുന്ന സമയത്ത് ഇങ്ങനെ കുത്തണ സമയത്തോടൊരിതും അല്ലാണ്ട് പ്രത്യേകിച്ച് വാശിയൊന്നും അങ്ങനെ ഉണ്ടാവാറില്ല ഇതുവരെ. എല്ലാം ഇതുവരെയാണ്, മുന്നോട്ട് എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലൂക്കയ്ക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാധനം, ഈ സാധനം. ഇതെന്താന്ന്, ഫാനാണിത്. ഫാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് ചെയ്യണ ഫാനല്ല. ഇപ്പം നമ്മുടെ ഫോണുമ്പോൾ കണക്ട് ചെയ്യാം, പവർ ബാങ്ക് ഉണ്ടെങ്കിൽ അതിൽ കണക്ട് ചെയ്യാം, അങ്ങനത്തെ ഒരു ഫാനാണ്. ഇത് പ്രതീക്ഷിക്കണ പോലെയല്ല, നല്ല കാറ്റുണ്ട്. ഇത് എവിടെ നിന്നാണ് മേടിക്കാൻ കിട്ടാമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. കാര്യം കറണ്ട് പോണ സമയത്ത് ലൂക്കയ്ക്ക് ചൂട് പറ്റാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ എൻ്റെ 3ാമത്തെ ചേച്ചിയോട് പറഞ്ഞു, ഇങ്ങനെ അവനിങ്ങനെ ഭയങ്കര ചൂടാണ് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഇങ്ങനെ ഫോണും കുത്തണ ഫാനുണ്ട് കയ്യിൽ, കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പം ഞാൻ ഫോണുമ്പോൾ കുത്തണമെന്ന് ഞാൻ വിചാരിച്ചത് നമ്മുടെ പള്ളിപ്പറമ്പിലൊക്കെ വീട്ടിൽ ഇങ്ങനെ ആക്കി നടക്കണ ഫാൻ, അതാണ് സത്യം പറഞ്ഞാൽ വിചാരിച്ചത്. ഈ സാധനമാണെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അപ്പം ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ കുറഞ്ഞു, വെയിൽ വന്നു തുടങ്ങിയ സമയത്ത് ഇവർ KSEBക്കാർ മരം വെട്ടലും മരം മുറിക്കലും ഒക്കെ ആയിട്ട് നടപ്പാണ്. അപ്പം പകൽ സമയത്ത് പല ദിവസങ്ങളും കറണ്ട് ഉണ്ടാവാറില്ല. അപ്പോൾ ഇവനാണെങ്കിൽ ഫാനില്ലാണ്ട് കിടക്കൂല. ഞാൻ അകത്ത് വരും, പുറത്തേക്കും. പുറത്ത് നല്ല കാറ്റുണ്ട്, പുറത്ത് പോവും, അകത്തിരിക്കും. അങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ ചെയ്തു വന്നിരുന്നത്. അപ്പോൾ ഈ സാധനം കിട്ടിയപ്പോൾ നല്ല യൂസേജ് ഉണ്ട്. ഞാൻ കുത്തി കാണിച്ചു തരാം കേട്ടോ. ഞാനിപ്പോൾ പവർ ബാങ്കിലാണ് കുത്തണേ. ഇതാ പവർ ബാങ്ക് എടുത്തു, അമ്പടുവിനല്ല, പവർ ബാങ്ക് എടുത്തിട്ട് ഇതിങ്ങനെ തൊടാൻ പാടില്ല, ഇതിങ്ങനെ കുത്തി, കണ്ടോ നല്ല കാറ്റുണ്ട്. നിങ്ങൾക്ക് ഫാനിൻ്റെ സ്പീഡ് കണ്ടാൽ അറിയായിരിക്കും. അമ്പടു കാറ്റുണ്ടോ, കണ്ടോ ഇവിടെ കാറ്റുണ്ടോ? ഇതാണ് അപ്പം സാധനം. നമ്മൾ തൊടാൻ പാടില്ല.
അപ്പോൾ ഇതെങ്ങനെ ഓഫാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇതേപോലെ ഊരി കഴിഞ്ഞ് ഈ സാധനം ഓഫായി, കുത്തി കഴിഞ്ഞ സാധനം ഉണ്ടായി. ഇത് നമ്മൾ ഫോണിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്താണെങ്കിലും ഇപ്പം നമുക്ക് പേഴ്സണലി നമുക്ക് കൊണ്ടുപോകാം, അല്ലെങ്കിൽ കുട്ടികളുള്ള അമ്മമാരാണെങ്കിൽ അങ്ങനെ നമുക്ക് കൊണ്ടുപോകാം. അപ്പോൾ അവർ കുറേ ചൂട് കൊണ്ടുള്ള വാശിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങനെ മാറിക്കിട്ടിക്കോളും. അപ്പോൾ ഈ സാധനം എവിടുന്നാണ് മേടിക്കാന്ന് എനിക്കറിയില്ല. അറിയണവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്ക്. ഞാനിത് ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. സീരിയലിൻ്റെ ആൾക്കാരൊക്കെ കയ്യിൽ ടേബിൾ ഫാനിൻ്റെ ചെറിയൊരു വട്ടത്തിലൊരു ഫാൻ ഞാൻ കൊണ്ടു നടക്കണം കാണാറുണ്ട്. പക്ഷേ ഈ സാധനം ഞാൻ ആദ്യമായിട്ടും കാണണേ. ഇത് എവിടെ നിന്ന് കിട്ടുമെന്ന് അറിയാന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. എനിക്കറിയില്ല, അറിയണവർക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ നമുക്ക്. അപ്പോൾ ഈ സാധനം അടിപൊളി യൂസേജാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പകല് ഇത് കറണ്ട് ഇല്ലാത്ത സമയത്ത് ഇത് നമുക്ക് നല്ല യൂസ്ഫുള്ളാണ്. ഇത് ഞാൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊട്ടിൽ ഇങ്ങനെ ഈ പവർ ബാങ്ക് ഇങ്ങനെ വെക്കും. അപ്പോൾ അവന് കറക്റ്റ് ഇങ്ങനെ ഫാൻ പോലെ മുകളിൽ നിന്ന് ഇങ്ങനെ കിട്ടും. അപ്പം അങ്ങനെയാണ് ഞാൻ വെക്കണത്. നല്ല സാധനമാണ്, നല്ല കാറ്റും ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇപ്പം ഞാനിതിപ്പോൾ യൂസ് ചെയ്യുന്ന സമയത്ത് അപ്പുറത്തന്നെ അനിയനൊക്കെ ഉണ്ട്. അപ്പോൾ അവൻ എന്നോട് ചോദിച്ചത് നല്ല പോലെ ചാർജ് പോലെന്നാണ് ചോദിച്ചത്. ഞാൻ ഇത് പവർ ബാങ്കിൽ ഒരു ദിവസം ഫുള്ള് രാവിലെ 9 മണിക്ക് കറണ്ട് പോയിട്ട് വൈകിട്ട് ഒരു 5 മണിക്ക് കറക്റ്റ് 5 മണിക്ക് കറണ്ട് വന്നത്. അപ്പോൾ ഈ പവർ ബാങ്കിൽ ഞാനിത് കണക്ട് ചെയ്തിട്ട് ഏകദേശം 2 കട്ടേ പോയിട്ടുള്ളൂ. 4 കട്ടയുണ്ട് മൊത്തം, 2 കട്ടയാണ് ചാർജ് ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അത്രയും ചാർജ് നമുക്ക് വേണ്ട, നല്ല പോലെ കാറ്റും കിട്ടും, നല്ല സുഖമാണ്. ഇപ്പോൾ ഈ ഫാനിൽ തന്നെ ഞങ്ങൾക്ക് 2 പേർക്ക് രാവിലെ ഏകദേശം അഡ്ജസ്റ്റ് ചെയ്ത് കിടന്ന് ഉറങ്ങാൻ പറ്റും. അപ്പോൾ അത്രയും കാറ്റുണ്ട് ഈ സാധനത്തിന്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതുപോലത്തെ ഒരു സാധനം മേടിച്ച് വെക്കുകയാണെങ്കിൽ കുട്ടികളുള്ള അമ്മമാർക്ക് നല്ല യൂസേജ് ആയിരിക്കും. കാരണം ഇപ്പോൾ ഓവർ കാറ്റ് പറ്റില്ല എന്നുള്ള കുട്ടികളാണെങ്കിൽ നമ്മൾ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കത് യൂസ് ആയിരിക്കും. പിന്നെ കാറ്റില്ലാണ്ട് പറ്റില്ല എന്നുള്ള കുട്ടികളാണെങ്കിലും ഇത് വളരെ വളരെ യൂസ് ആയിരിക്കും. ഇത് അതുകൊണ്ടാണ് മെയിനായിട്ട് ലോക്കയ്ക്ക് ഉപയോഗിക്കണേ. ലോക്ക എന്താ പറയുക, ഫാനില്ലെങ്കിൽ പറയണ്ട, അവൻ ഏത് പാതിരാത്രിക്കാണെങ്കിലും പുലർച്ചയ്ക്കാണെങ്കിലും അവൻ എണീക്കും. അപ്പോൾ അതുകൊണ്ട് ഇതില്ലാണ്ട് എനിക്ക് പറ്റില്ല. ദൈവം സഹായിച്ച് ഇത് കിട്ടിയത് എൻ്റെ ഭാഗ്യമാണ്. ഇതുപോലത്തെ ഒരു സാധനം വേറൊരു ആളെയും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതും ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളുള്ളൊരു പ്രൊഡക്റ്റാണ് ഈ സാധനം. ഇതില്ലായിരുന്നെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു പോയത്. കാരണം ഞാൻ പറഞ്ഞില്ല, പുലർച്ചൊക്കെ എണീക്കും. പുലർച്ചെ കറണ്ട് പോയി കഴിഞ്ഞാൽ ഞാനും എണീക്കും, ഇവൻ എണീക്കും. ഞാൻ ഫസ്റ്റ് എണീക്കും. എനിക്ക് ഫാനില്ലെങ്കിൽ ഉറങ്ങാൻ പറ്റും, പക്ഷെ എനിക്ക് ലൈറ്റ് ഇല്ലാണ്ട് ഉറങ്ങാൻ പറ്റില്ല. ഇവന് ഫാനില്ലാണ്ട് ഉറങ്ങാൻ പറ്റില്ല. ലൈറ്റ് ഇവന് അലർജിയാണ്. അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. എനിക്ക് മറ്റേ കുഞ്ഞേ ലൈറ്റില്ലേ, 0 ബൾബിൻ്റെ കുഞ്ഞേ ലൈറ്റ്, എനിക്ക് കുറച്ച് വെളിച്ചെങ്കിലും വേണം ഉറങ്ങുമ്പോൾ. വെളിച്ചമില്ലാണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഫോണിൽ ടോർച്ചൊക്കെ കത്തിച്ചിരിക്കും. അപ്പോൾ ഞാൻ കറണ്ട് പോയി കഴിഞ്ഞാൽ അപ്പം എണീക്കും. അപ്പോൾ എണീറ്റ് കഴിഞ്ഞ് കുറച്ച് നേരം ഇങ്ങനെ കിടന്ന് കഴിയുമ്പോൾ ഇവ എണീറ്റിട്ട് ഫാനമ്പിക്ക് നോക്കിയിട്ട് കറണ്ടില്ല. അപ്പം ഇങ്ങനെ കിടന്ന് വർത്താനം പറഞ്ഞ് കിടക്കും. അപ്പം ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ ചില സമയത്ത് കാറ്റ് മഴയൊക്കെ വീഴുന്ന സമയത്ത് ട്രിപ്പ് വീഴും. മെയിൻ സ്വിച്ചിൻ്റെ ട്രിപ്പ് വീഴുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ ട്രിപ്പ് വീണതാണ് കറണ്ട് പോയതാണോ എന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് നോക്കും. അപ്പോൾ ട്രിപ്പ് വീണിട്ടില്ല. ട്രിപ്പ് വീഴുന്ന സംഭവങ്ങളുണ്ടാവും. അപ്പോൾ അത് വീഴുന്ന സമയത്ത് ഞാനത് ഓണാക്കി കൊടുത്താൽ കറണ്ട് ഓണാവും. അല്ലാത്ത സമയത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കും. കാരണം കറണ്ട് വന്നാലേ ഉറങ്ങുള്ളൂ, അതാണ് പ്രശ്നം. പക്ഷേ ഈ ഫാൻ കിട്ടിയപ്പോൾ ഞാനിത് പവർ ബാങ്കിൽ കുത്തിയിട്ട് അല്ലെങ്കിൽ ഫോണിൽ കുത്തിയിട്ട് ഇങ്ങനെ വെക്കും. ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ അതിന് അത്യാവശ്യം കാറ്റുണ്ടാവുമല്ലോ. പക്ഷെ ഇതിനൊരു സൗണ്ട് ഉണ്ട്, ഒരു ടേബിൾ ഫാനിൻ്റെ പോലെ ഒരു സൗണ്ട് ഉണ്ട്. കണ്ടോ? ഇങ്ങനെ ഒരു സൗണ്ട് ഉണ്ട് ഇതിന്. അപ്പോൾ ഈ ഒരു സൗണ്ട് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കറണ്ടൊക്കെ ഓഫ് ചെയ്യുന്ന സമയത്ത് ഫുള്ള് സൈലൻ്റ് ആയി പോകില്ലേ. അപ്പോൾ ആ സമയത്ത് ഈ ഒരു സൗണ്ട് മാത്രമേ ചെറിയൊരു ഇറിറ്റേഷൻ പോലെ ഉണ്ട്. പക്ഷെ നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ പാലൊക്കെ കുടിച്ച് കഴിയുമ്പോൾ അവൻ താനെ കിടന്നുറങ്ങിക്കോളും. അപ്പോൾ കറണ്ട് വരുന്ന സമയത്ത് ഞാൻ തന്നെ അത് ഓഫാക്കിയിട്ട് എടുത്ത് വയ്ക്കും. പിന്നെ ഇത് കറങ്ങണ സമയത്ത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കുട്ടികളുടെ കൈയൊന്നും കൊള്ളരുത്. കാരണം അത്രയും സ്പീഡിൽ കറങ്ങണോണ്ട് കൈമ വന്ന് അടിക്കും ഇത്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ അവർ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കൈമോന്ന് അടിച്ചു കഴിഞ്ഞാൽ വേദന എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഇതും കൈമൊന്ന് അടിക്കുകയാണ് നോക്കണം. ഇപ്പോൾ നമ്മുടെ കൈമാണെങ്കിലും വന്ന് അടിച്ചു കഴിഞ്ഞാൽ വേദന എടുക്കും. ചിലപ്പോൾ ഇതിൻ്റെ ചിറകൊക്കെ ഒടിഞ്ഞു പോകും തോന്നുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അവർ പിടിക്കാത്ത സ്ഥലത്ത്, ഇപ്പോൾ കൊച്ചു കുട്ടികൾ ഇപ്പോൾ പിടിക്കുന്ന ഒരു സമയമൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കയറി പിടിക്കും. പ്രത്യേകിച്ച് ഇങ്ങനെ കാണുമ്പോൾ സൗണ്ട് കേൾക്കുമ്പോൾ ഒക്കെ അവർ വന്ന് കയറി പിടിക്കും. അപ്പോൾ ആ പിടിക്കാത്ത സ്ഥലത്ത് ഒന്നാമത് വെക്കുക, അവർക്ക് കയ്യെത്താത്ത ദൂരത്ത് വെക്കുക. അപ്പം നമ്മളാണെങ്കിൽ അത് കണക്ട് ചെയ്യുമ്പോൾ ഊരുമ്പോഴാണെങ്കിലും സൂക്ഷിച്ച് ഊരാം. കാരണം കൈമോന്ന് അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ ചിറക് ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതിന് യൂസ് ചെയ്യാൻ പറ്റില്ല. ആ പ്രൊഡക്റ്റ് അറിയാവുന്നവർ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. ഇത് നല്ല യൂസ്ഫുള്ളൊരു സാധനമാണ്. എനിക്കറിയില്ല എവിടെ നിന്ന് കിട്ടുക എന്നുള്ളത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാത്തത്. ഇതുപോലത്തെ ഒരു പ്രൊഡക്റ്റ് ആരെങ്കിലും കയ്യിലുണ്ടെങ്കിലോ അല്ലെങ്കിൽ
ആർക്കെങ്കിലും അറിയാം എവിടെ നിന്ന് കിട്ടുന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് കാണാൻ ആൾക്കാർക്ക് യൂസ്ഫുള്ളാണെങ്കിൽ യൂസ്ഫുൾ ആയിക്കോട്ടെ. അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ്, നല്ലൊരു സാധനമാണ്. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് മേടിച്ചോ. പിന്നെ ഇവന് യൂസ് ചെയ്യണതിൽ എനിക്ക് ഏറ്റവും ആവശ്യമുള്ളതും എനിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതുമായ പ്രൊഡക്റ്റ് ഇതാണ്. കാരണം ചൂടിൻ്റെ ആശാനായതുകൊണ്ട് ഇതില്ലാണ്ട് പറ്റത്തേ ഇല്ല. കാരണം കറണ്ട് പോയി കഴിഞ്ഞാൽ ആദ്യം നോക്കണത് ഫാനും വയ്ക്കുക. പിന്നെ അതുപോലെ തന്നെ ഹോളിലൊക്കെ പോയിരിക്കുന്ന സമയത്ത് അമ്മച്ചിക്കൊന്നും അങ്ങനെ ഫാൻ അങ്ങനെ പറ്റില്ല, തണവൊക്കെ ഓവറായിട്ട് പറ്റില്ല. അപ്പോൾ ഫാൻ ഇട്ടില്ല, ഫാൻ സ്ലോവിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കും മുകളിലേക്ക് ഫാൻ ഇടാത്ത എന്തേലും നോക്കിയിട്ട്. പിന്നെ പ്രൊഡക്ട്സുകളെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അറിയാലോ, ഡെലിവറി കഴിയുമ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടത്, എനിക്ക് മെയിനായിട്ട് വേണ്ടിയിരുന്നത് ഡ്രസ്സാണ്. ഡ്രസ്സ് ഞാൻ എന്താ പറയുക, കടയിൽ പോയി മേടിക്കാനുള്ളൊരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. കാര്യം ഇവനെയും കൊണ്ട് പോകണം, കൂടെ വേറെ ആൾക്കാരില്ലാത്തതുകൊണ്ട് പോയി മേടിക്കാനുള്ള സാഹചര്യം ഉണ്ടായില്ല. ആ ഒരു 2 ടോപ്പും ഞാൻ ഇത്രയും മാസങ്ങളായിട്ട് ഞാൻ പുറത്തേക്ക് പോലും വരുമല്ലോ ചെയ്തിരുന്നത്. അകത്താണെങ്കിലും വീട്ടിലാണെങ്കിലും യൂസ് ചെയ്യണത് സാധാരണ നൈറ്റികൾ, അല്ലെങ്കിൽ ഡെലിവറി പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഞാനൊരു ഇൻസ്റ്റാ പേജിൽ നിന്ന് ഒരു ഉടുപ്പ് ഒരു ഇൻസ്റ്റാ പേജിൽ നിന്നും വേറൊരു ഇൻസ്റ്റാ പേജിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും വെച്ചിട്ടാണ് ഓടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് ഞാനിപ്പോൾ മീഷോന്ന് കോംബോ ഓഫറായിട്ട് മേടിച്ച ഒരു പാൻറ്റും ഷർട്ടാണ്. ഇത് 2 പെയറുണ്ട്. 2 പെയറും കൂടിയിട്ട് ഏകദേശം ഒരു 300 സംതിങ് വന്നിട്ടുള്ള അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. ഇത് നല്ല പ്രൊഡക്റ്റാണ്, നല്ല സോഫ്റ്റാണ്, ഇടാൻ ഭയങ്കര സുഖമാണ്, നിഴലടിക്കലും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് ഞാൻ ഒരു കോംബോ ഓഫറിൽ 2 മേടിച്ചിട്ടുണ്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഞാനിതിൻ്റെ വീഡിയോ ആയിട്ട് ചെയ്യാം. നല്ല രസമാണ്, നല്ല അഫോർഡബിൾ പ്രൈസാണ്, നല്ല മെറ്റീരിയലാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത്. അപ്പോൾ ഇതിൻ്റെ 2 കളറുണ്ട്, ഇത് 2 മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇനി ലൂക്കയുടെ പ്രൊഡക്ട്സ് എന്ന് പറയാനായിട്ട് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ അവന് മേടിച്ചെന്ന് പറയണേ ഈ സാധനമാണ്. ഇത് ഒരു ദിവസം ഇങ്ങനെ പുറത്ത് പോയ സമയത്ത് എനിക്ക് അവനിങ്ങനെ വിഷ്വൽസ് നോക്കാൻ തുടങ്ങിയ, ഒന്നിലിങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് തോന്നി ഇങ്ങനെ തൊട്ടിലും എന്തെങ്കിലും കുളത്തിട്ട് കഴിഞ്ഞാൽ അത് എനിക്ക് നോക്കുമെന്നൊരു കാര്യം തോന്നി. അങ്ങനെ ഒരു ദിവസം മണ്ണുത്തി പോയ സമയത്ത് അവിടെ വെച്ചിട്ട് ഒരു കടയിൽ കയറി തപ്പി ഇറങ്ങി മേടിച്ചതാണ് ഈ ഒരു സാധനം. വേറെ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളായിട്ടൊന്നും മേടിച്ചിട്ടില്ല. കുറച്ച് സാധനങ്ങൾ മേടിക്കണം എന്നുണ്ട് ലോക്കയ്ക്ക്, അത് വാങ്ങിക്കണം, പയ്യെ മേടിക്കണം. കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ മനസ്സിൽ വെച്ചിട്ടുണ്ട്, ഇന്നതൊക്കെ വേണം, ഓരോ മാസം ചെല്ലും തോറും അവന് ആവശ്യമുള്ള സാധനങ്ങൾ മേടിച്ചു കൊടുക്കണം എന്നൊക്കെ ഒരു ഇതുണ്ട്. അപ്പോൾ ഒരു സമയമാകുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ഇത് വരുമ്പോൾ മേടിക്കണം, പെട്ടെന്ന് തന്നെ മേടിക്കണമെന്നുണ്ട്. അപ്പോൾ അങ്ങനെ മേടിക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ, ഒരു കുഞ്ഞൊരു വീഡിയോ ആണ്. എനിക്ക് പെട്ടെന്ന് ഈ ഒരു സാധനം ഓർമ്മ വന്നപ്പോൾ വീഡിയോ ചെയ്യണം തോന്നി. ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇരുന്നത്. അപ്പോൾ ഇത് നല്ല പ്രൊഡക്റ്റാണ്. അപ്പോൾ അറിയുന്നവർ മസ്റ്റായിട്ടും കമൻറ്റ് ചെയ്യണം. ഒരു വീഡിയോ ആയിട്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം, എൻ്റെ ഡെലിവറി വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം അല്ലേ? അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയ്ക്കും ബൈ.